ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏപ്രിൽ മാസത്തിലെ പുതിയ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആണ്. പുതുതായിട്ട് വന്നിട്ടുള്ള ഡെൻഡ്രോബിയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ മാസങ്ങളിലും നമുക്ക് പുതിയ പ്ലാന്റ്സ് സ്റ്റോക്കായിട്ട് എത്താറുണ്ട്. ഡെൻഡ്രോബിയത്തിൻ്റെ മെച്ചോടും സീഡ്ലിങ്ങും അങ്ങനെ മിക്കവാറും എല്ലാ വെറൈറ്റീസും നമുക്ക് പുതിയ സ്റ്റോക്ക് എത്താറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസ് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓരോ തവണയും നല്ല നല്ല പുതിയ വെറൈറ്റീസാണ് നമുക്ക് ഓർക്കിഡിലൊക്കെ എത്താറുള്ളത്. അപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ മെച്ചൂർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വിത്ത് ഫ്ലവർ ആയിട്ടല്ല, വിത്തൗട്ട് ഫ്ലവർ ആണ് പ്ലാന്റ്സ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമുക്ക് വിത്തൗട്ട് ഫ്ലവർ ആയിട്ട് നമ്മൾ പോസ്റ്റ് ഇടുന്ന നേരത്തെ അല്ലെങ്കിൽ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് അധികം ആൾക്കാർക്കും അതിൻ്റെ റഫറൻസ് പിക്ക് കണ്ടിട്ട് ചില സമയത്ത് അതിൻ്റെ ഭംഗി അറിയാറില്ല. അത് കഴിഞ്ഞ് ഇത് 1-2 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഫ്ലവറൊക്കെ വന്ന് നമ്മൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം നമ്മളിങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഷോർട്സ്, അതായത് വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഷോർട്സ് ഇടുന്ന സമയത്താണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്കായാലും ചില വെറൈറ്റീസ് ആദ്യമായിട്ടൊക്കെ കാണുന്ന സമയത്ത് റഫറൻസ് പിക്ക് കാണുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഭംഗിയൊക്കെ തിരിച്ചറിയാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്കിൽ ബാക്കി വരുന്ന പ്ലാന്റൊക്കെ ചിലപ്പോൾ ഫ്ലവർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ലോട്ടറി അടിച്ച പോലെ നല്ല നല്ല വെറൈറ്റീസാണ് ബാക്കി വന്നതെന്ന് തിരിച്ചറിയാറുള്ളത്. അപ്പോൾ അന്നേരം നമ്മൾ അതിൻ്റെ പൂവിൻ്റെ ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ ഡെൻഡ്രോബിയത്തിൻ്റെ മെച്യൂർ പ്ലാന്റ് ചോദിച്ചിട്ട് നമുക്ക് കുറേ എൻക്വയറീസ് വരും. അപ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ ആ മെച്യൂർ പ്ലാന്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു വെറൈറ്റി വന്ന് പിറ്റത്തെ മാസം തന്നെ വീണ്ടും ആ ഒരു വെറൈറ്റി വരാറില്ല. ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കതിൻ്റെ മെച്യൂർ പ്ലാന്റ് കിട്ടാറുള്ളത്. അപ്പോൾ നല്ല നല്ല വെറൈറ്റീസ് കാണുന്ന സമയത്ത് മടിയൊന്നും കൂടാണ്ട് ഡെൻഡ്രോബിയം കളക്ട് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഓർക്കിഡൊക്കെ കളക്ട് ചെയ്യുന്നവർ ധൈര്യമായിട്ട് വാങ്ങിച്ചോളാം. പിന്നെ ID മാറുമോ എന്നുള്ള സംശയമാണ് കാലങ്ങളായിട്ട് നമ്മൾ പൂവില്ലാണ്ട് വാങ്ങുമ്പോൾ തുടർന്ന് പോകുന്നത്. അപ്പോൾ 99% പ്രോപ്പർ ടാഗുള്ള വെറൈറ്റിക്ക് ID മാറില്ല. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നമുക്ക് വാങ്ങാം കേട്ടോ. പിന്നെ ഓരോ വെറൈറ്റിയും എല്ലാ പ്ലാന്റും മെച്ചോർഡ് പ്ലാന്റ് ആണെങ്കിലും എല്ലാ പ്ലാന്റും ഒരു സൈസ് അല്ല വരിക. വെറൈറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ സൈസിലും രൂപത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ചില പ്ലാന്റുകൾ നല്ല ബുഷിയായിരിക്കും, ചില പ്ലാന്റ് നല്ല അത്യാവശ്യം ഹൈറ്റ് കൂടുതലുള്ള വെറൈറ്റി ആയിരിക്കും, ചിലത് ഹൈറ്റ് കുറവുള്ള വെറൈറ്റി ആയിരിക്കും. അപ്പോൾ വെറൈറ്റി അനുസരിച്ച് ആ കോമൺ ആയിട്ട് ആ ഒരു പ്ലാന്റിൻ്റെ ബാച്ച് കംപ്ലീറ്റ് ആ ഒരു നാച്ചുറലാണ് വരിക. അപ്പോൾ നമുക്ക് എല്ലാ വെറൈറ്റികളും ബുഷി പ്ലാന്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതേ ബ്രൗൺ പാരറ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി തൊട്ടിട്ടാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡെൻഡ്രോബിയം മെച്ചൂർ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു മാസം പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 375 രൂപ മുതലാണ് നമുക്ക് ഡെൻഡ്രോബിയം മെച്ചൂർ പ്ലാന്റിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 375 എന്നൊക്കെ പറയുമ്പോൾ നോർമൽ, അതായത് നമ്മൾ കണ്ടുപരിചയിച്ച കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള വെറൈറ്റിക്കാണ് 375 വരിക. ബാക്കി നമുക്ക് 450 എബവ് ആണ് ഓരോ വെറൈറ്റി ഡിഫറൻസ് അനുസരിച്ചിട്ട് റേറ്റ് വരിക. അപ്പോൾ ഓർക്കിഡ് എന്ന് പറയുന്നത് നിസ്സാരമായ വളരെ തുച്ഛമായ വിലയുള്ള പ്ലാന്റുകളല്ല, അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റുകൾ തന്നെയാണ്. പ്രത്യേകിച്ചും നമുക്ക് ഇന്ത്യക്ക് പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ആ ഒരു റേറ്റ് നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമുക്ക് ഓർക്കിഡൊക്കെ പർച്ചേസ് ചെയ്യുന്ന നേരത്ത് അതിൻ്റെ വില നമ്മൾ ഉദ്ദേശിക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ കാൻഡി എന്നൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ, അതുപോലെ തന്നെ നൊബൈൽ വൈറ്റ് ബ്ലാക്ക് ലിപ്പൊക്കെ നൊബൈൽ വെറൈറ്റീസ് ആണ് കേട്ടോ. എക്സോട്ടിക് ആയിട്ടുള്ള ഡെൻഡ്രോബിയം വെറൈറ്റീസ് ആണ് പരീക്ഷയൊക്കെ വരുന്നത്. അതൊക്കെ 800 ആൻഡ് അബവ് ആണ് സ്പെഷ്യൽ വെറൈറ്റീസ് റേറ്റ് വരിക. അതുപോലെ മിയാക്കായ് എന്നൊക്കെ പറയുന്ന വെറൈറ്റി വല്ലപ്പോഴും മാത്രം മാർക്കറ്റിൽ വരുന്ന വെറൈറ്റീസാണ് കേട്ടോ. ഇത് നമ്മുടെ മാഡം സ്പ്ലാഷിൻ്റെ വെറൈറ്റിയാണ് കണ്ടത്. അതും അത്യാവശ്യം ബുഷി ആയിട്ടുള്ള വലിയ പോട്ടിലാണ് ആ ഒരു വെറൈറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാസം വന്ന പ്ലാന്റ്സ് കൂടാണ്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയ കുറച്ച് മെച്ചൂർ പ്ലാന്റ്സ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കോമൺ ആയിട്ട് പറയാനുള്ള കാര്യം, നമ്മൾ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് സാധാരണ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം കൊറിയർ അയക്കുന്നത്. അപ്പോൾ DTDC ആണ് നോർമലി നമ്മളെല്ലാ പ്ലാന്റ്സും അയക്കുന്നത്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ, പ്രത്യേകിച്ച് എല്ലാ സ്ഥലങ്ങളിലും DTDC ഹോം ഡെലിവറി ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ കുറച്ച് ദൂരെ DTDC സെൻറ്റർ അടുത്തില്ലാത്തവരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പറയുകയാണെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് ത്രൂ ആയിട്ട് പ്ലാന്റ്സ് അയക്കും. അപ്പോൾ അഡ്രസ്സ് അയക്കുന്ന നേരത്തെ നമ്മളെടുത്ത് പ്രത്യേകം എടുത്ത് പറയണം സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടതെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഓർക്കിഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ, പോട്ടിയിൽ, അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ അസുഖങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെസ്സേജിനൊക്കെ പെട്ടെന്ന് തന്നെ റിപ്ലൈ കണ്ടില്ല എന്ന് കരുതിയിട്ട് ആരും വിഷമമൊന്നും കരുതരുത്. നമുക്കിപ്പോൾ ഒരുപാട് കൊറിയേഴ്സൊക്കെ അയക്കാനുള്ളതുകൊണ്ട് നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. കുറച്ച് ബിസിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു മാസത്തോട് കൂടിയിട്ട് നമുക്ക് കുറേയേറെ നമ്മുടെ തിരക്കുകളൊക്കെ പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നുണ്ട്. നമ്മുടെ നഴ്സറി ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഫ്രീ ആയിരിക്കും എന്ന് കരുതുന്നു.
അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ്